നമസ്കാരം, വെൽക്കം ടു ഐസ് ഹെർബൽസ്. ഇന്ന് കുറേ പേര് കാത്തിരുന്നൊരു ദിവസമാണ് കേട്ടോ. കാത്തിരുന്ന ദിവസമായിട്ട് ഈ ബൗളും വെച്ച് തന്നെ ഇരിക്കും. ഈ കാണുന്നത് എന്തുണ്ട്, എൻ്റെ ഭർത്താവ് പറഞ്ഞു അച്ചാറേ മുറുക്കെ അതൊക്കെ വിൽക്കാനിരിക്കുന്ന പോലെ. എനിക്ക് ശരിക്കും എന്നെ ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി കൊണ്ടിരുന്നപ്പോൾ എനിക്കും തോന്നിയ സംഭവം, നമ്മൾ കച്ചവടം ചെയ്യാനിരിക്കില്ല അതുപോലെ. എന്തായാലും കച്ചവടം ചെയ്യണമെന്ന് അത്ര മോശം. ഞാനും ഐസ് ഹെർബൽസിൻ്റെ പ്രൊഡക്റ്റ് തന്നെ കച്ചവടം ചെയ്യണം. അപ്പോൾ ആദ്യം കാര്യത്തിലോട്ട് വരട്ടെ. ഇന്ന് നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഗിവ് അവേ ആണ്. നമ്മൾ പുറത്ത് വെച്ച് നല്ല വെയിലത്താണ് കേട്ടോ, 1 മണിയൊക്കെ ആണെന്ന് തോന്നുന്നു അപ്പോഴാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അകത്ത് നമ്മളെ സ്ഥലം കുറച്ച് പരിമിതമാണല്ലോ, അതുകൊണ്ട് പുറത്താണ് നമ്മളെ വീഡിയോ. നമ്മളെ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മളുടെ ഗിവ് അവേ നമ്മൾ നറുക്കെടുപ്പ് കഴിഞ്ഞ് നാളെ സൺഡേ അല്ലേ, മൺഡേ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഗിഫ്റ്റ് ഇവിടുന്ന് അയക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഗിവ് അവേ വിന്നേഴ്സ് എല്ലാവരും തന്നെ ഇന്ന് തന്നെ നമ്മൾ തരുന്ന നമ്പറിലോട്ട് നിങ്ങളുടെ അഡ്രസ്സ് അയയ്ക്കുക. കഴിഞ്ഞ ഗിവ് അവേ നടന്നതിൽ നമുക്ക് നിങ്ങളുടെ അഡ്രസ്സ് തരാത്ത ഒരാളുണ്ട് കേട്ടോ. അപ്പോൾ ആ ആളും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഓർമ്മയോടെ അഡ്രസ്സ് തരാം. അപ്പോൾ നമുക്ക് നമ്മളെ ഗിവ് അവേയിലോട്ട് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഗിവ് അവേ നടത്തിയിരുന്നു. ഗിവ് അവേ നടത്തിയിരുന്ന സമയത്ത് അതിലൊരു വിന്നർ ആ ഒരു പ്രൊഡക്റ്റ് വേറൊരാൾക്ക് കൊടുക്കുകയുണ്ടായി. ഞാൻ ആദ്യം പേരൊന്നും എടുത്ത് പറയണം, ഒരാളെ വിഷമിക്കാനല്ല പറയുന്നത്. പക്ഷെ അങ്ങനെ നിങ്ങൾ കൊടുക്കണം കൊടുക്കാത്തൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോൾ അതിൻ്റെ യൂസിങ് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളുടെ നമ്പർ കൊടുക്കുക. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ നമ്മൾ അവർക്ക് യൂസിങ് മെത്തേഡും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു കൊടുത്തതിൽ കുറച്ചൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആ കുട്ടിയും അതെന്തൊക്കെയോ അതിൽ ഞാൻ അതിന് ക്ലിയർ ആയിട്ട് പറയുന്നില്ല. അങ്ങനെ എന്തെങ്കിലും പ്രോഡക്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ പറഞ്ഞ് നമ്മളെ നമ്പറും യൂസിങ് മെത്തേഡൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് കൊടുക്കുക ഒരാൾക്ക്. ഓക്കെ. അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞൊരു 2 മാസമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ അല്ലാത്ത പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മളെല്ലാ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത് സ്കിൻ ഡാമേജ് ആയി, അല്ലെങ്കിൽ പിമ്പിൾസ് വന്നു, 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ഫേസിൽ ഓയിലൊക്കെ ഇട്ട് പിമ്പിൾസ് വന്നു. അങ്ങനെയൊക്കെ ഉള്ളത് നമ്മളെ വിളിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് പ്രൊമോഷൻ, ഒരു റിവ്യൂ അങ്ങനെയൊക്കെ കൊടുക്കും. നമ്മൾ ഒരുപാട് എമൗണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ്. നമ്മളൊരു ബിസിനസ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ, നമ്മൾക്ക് സ്റ്റാഫുകളുണ്ട്, നമ്മൾ ഒരു 4-5 പേര് ഈ ഒരു ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ്. ജസ്റ്റ് ഒരു കമൻ്റ് ആയിരിക്കും, പക്ഷെ ആ കമൻറ്റ് നമ്മളുടെ ആണോ എങ്കിൽ ഇടുന്നതിന് ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ നമ്മളുടെ അല്ലാത്ത പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മളുടെ ആണ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു. ആ കുട്ടി പാവം മനഃപൂർവ്വം ചെയ്തതല്ല, എനിക്കത് മനസ്സിലാവും, എന്തോ അബദ്ധത്തിൽ ചെയ്തതാണ്. പക്ഷേ അത് നമ്മളെ ശരിക്കും വലുതായിട്ട് തന്നെ ബാധിച്ചു. വലുതായിട്ട് പറഞ്ഞാൽ എന്നെ കാര്യമായിട്ട് അത് ബാധിച്ചു. കാരണം മില്യൺ വ്യൂസ് പോയൊരു പ്രൊമോഷനായിരുന്നു അത്. എന്നെ കാര്യമായിട്ട് ബാധിച്ചു. പക്ഷെ ആ കുട്ടി മാപ്പ് പറഞ്ഞ, ആ കുട്ടിയുടെ ഇൻസ്റ്റയിൽ പോസ്റ്റും റീൽസൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ടും വരുന്നു കണ്ടിന്യൂ. എനിക്ക് ആ ബ്രാൻഡിൻ്റെ പേര് ഞാൻ എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന് ഓയിലല്ലേ, നിങ്ങൾ അത് ഉപയോഗിച്ചിട്ട് അങ്ങനെ. പിന്നെ അവർ ഓരോരുത്തരോടും നിങ്ങൾ ഉപയോഗിച്ച് ഓയിലിൻ്റെ പിക്ക് അയച്ചു തരൂ, അത് അയച്ചു തരും എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ആയിരിക്കില്ല. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളൊക്കെ പറ്റുമ്പോൾ, അല്ലെങ്കിൽ മെസ്സേജൊക്കെ ഇടുമ്പോൾ എല്ലാവരും ഒന്ന് നോക്കി ചെയ്യുക. നമ്മളുടെ അല്ല, ആരുടെ ആണെങ്കിലും അതൊക്കെ നോക്കി ചെയ്യുക. നമ്മളുടെ വാക്കുകളുണ്ടോ പ്രവൃത്തിയുണ്ടോ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് വരാം അല്ലേ, കുറേ കത്തി വെച്ചില്ലേ. ഓക്കെ, നമ്മൾ ഗിവ് അവേ വിന്നേഴ്സിനായിട്ട് ഒരുക്കിയിരിക്കുന്ന ഗിഫ്റ്റാണ് കേട്ടോ ഇത്. നമ്മളുടെ ഹെയറിൻ്റെ ആണ് ഗിവ് അവേ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്ന ഓൾറെഡി നമ്മളുടെ കസ്റ്റമേഴ്സാണ്. അപ്പോൾ നമ്മളുടെ സ്കിൻ കെയർ ആണ് നമ്മൾ അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഗിഫ്റ്റ്. ആദ്യത്തെ 5 കസ്റ്റമേഴ്സിന് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് നമ്മളുടെ സ്കിൻ കെയറിൻ്റെ കോംബോ ആണ്. ഓയിൽ, നമ്മളുടെ 2 സ്കിൻ കെയറിൻ്റെ ഓയിൽ ഫ്രൂട്ട്സിൻ്റെ ഓയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ ഫേസ് മാസ്ക്, നമ്മുടെ ട്രീ ടർമറിക്ക്, പിന്നെ നമ്മളുടെ ഫേസ് വാഷ്, ഒപ്പം നമ്മുടെ നോർമൽ ലിപ് ബാം, ടിൻഡർ ലിപ് ബാം. ഇതാണ് നിങ്ങൾക്കായിട്ട് ഒതുക്കിയിരിക്കുന്ന സമ്മാനം. അപ്പോൾ ആദ്യത്തെ 5 പേരാണ് നമുക്ക് നറുക്കെടുപ്പ് നടത്താം അല്ലേ. ആരൊക്കെയോ താഴെ വീഴുന്നുണ്ട്. ആദ്യം താഴെ വീണ ആൾക്കാരെ എടുക്കുക, അതല്ലേ ശരി. അങ്ങനെ ഞങ്ങൾ ആദ്യം താഴെ ചാടിപ്പോകും. ഞങ്ങൾ ഭാഗ്യം എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെ നമ്മളുടെ വിന്നർ എന്ന് പറയുന്നത് അശ്വതി ജിനീഷ് ആണ് കേട്ടോ. അപ്പു 5610. അശ്വതി ജിനീഷ്, അപ്പു 5610. വളരെ സന്തോഷം അശ്വതി, നമ്മളുടെ ഗിവ് അവേയിൽ പങ്കെടുത്തതിന്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അശ്വതിയുടെ അഡ്രസ്സ് നമ്മൾ താഴെ ഒരു നമ്പർ കൊടുക്കും, ആ നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. എൻ്റെ നമ്പറിലല്ല, അതിലോട്ട് മെസ്സേജ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ വിന്നർ നമ്മൾ അശ്വതി കുട്ടിയാണ്. അപ്പോൾ താങ്ക് യു അശ്വതി, താങ്ക് യു സോ മച്ച്. ദേ അശ്വതി, നിനക്കാണ് പൂമ്പാറ്റയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ, പൂമ്പാറ്റയ്ക്ക് വന്നിട്ട് പോകുന്നുണ്ട്. ഓക്കെ, ആദ്യത്തെ വിന്നർ. അപ്പോൾ സെക്കൻഡ് വിന്നർ അല്ലേ, സെക്കൻഡ് വിന്നർ നമുക്ക് ബോക്സിൻ്റെ ഉള്ളിൽ നിന്നാവാം. ജസീല 4706.
ജസീല 4706. അപ്പോൾ ജസീല കൺഗ്രാറ്റ്സ്. അപ്പോൾ ജസീലയും എത്രയും പെട്ടെന്ന് അഡ്രസ്സ് അയക്കുക. മൺഡേയിൽ തന്നെ നമുക്ക് കൊറിയറൊക്കെ അയക്കണം കേട്ടോ. അടുത്തത് ഈ താഴെ വീണ ആൾക്കാരെയൊക്കെ പിടിച്ചകത്തിടാം അല്ലേ. അവരുടെ ഭാഗ്യം ഞാനായിട്ട് ഇല്ലാതാക്കണ്ട. നമുക്ക് മഴയും വന്നു. അടുത്ത നമ്മൾ തേർഡ് വിന്നറാണ്. തേർഡ് വിന്നർ സൂര്യ സജിത്ത് 7706. സൂര്യ സജിത്ത് 7706. എനിക്ക് തോന്നുന്നു നമ്മളെ ലേറ്റസ്റ്റ് കസ്റ്റമറാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കിപ്പോൾ ഒരു 1 month മുമ്പ് വന്ന കസ്റ്റമറാണെന്ന് വിചാരിക്കുന്നു, അറിയില്ല. അപ്പോൾ സൂര്യ സജിത്ത് കൺഗ്രാറ്റ്സ്. അപ്പോൾ സൂര്യ സജിത്തും എത്രയും പെട്ടെന്ന് അഡ്രസ്സ് അയക്കുക. ഇനി അടുത്തത് 5 പേർക്ക്. ഇനി നമുക്ക് അടുത്തതും കൂടെ ഉണ്ട് അല്ലേ. അപ്പോൾ അതുകൂടെ നമുക്ക് നോക്കണം. നമ്മളുടെ സ്കിൻ കെയർ ഒരു 100% റിസൾട്ട് അല്ല. നിങ്ങളെല്ലാവരും ഓരോ കസ്റ്റമറും അത് മനസ്സിലാക്കി പുതിയതായി പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലും റിവ്യൂവും എല്ലാം നോക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യണം. 100% റിസൾട്ട് എന്നുള്ളത് ആർക്കും പോസിബിളായ ഒരു കാര്യമല്ല. 98% നമുക്ക് റിവ്യൂ ഉള്ളൂ. 100-ൽ 1-2 പേർക്ക് റിസൾട്ട് ഇല്ലാതെയുണ്ട്. അത് എടുത്തെടുത്ത് പറയുന്നു. എന്തുണ്ടെങ്കിലും നമ്മൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. മാക്സിമം നമ്മൾ ആ 100% അല്ല എന്നുള്ളത് 98% റിസൾട്ട് ആണെങ്കിൽ അതിന് 99 ആക്കാനെങ്കിലും ശ്രമിക്കും. അപ്പോൾ അടുത്ത നറുക്കെടുപ്പിന്റെ ബാക്കിയുള്ള ആൾക്കാർ എടുക്കാം അല്ലേ. ഇനി നമുക്ക് 4ഉം 5ഉം ഇതൊന്നും എടുക്കാനുണ്ട്. അടുത്തത് 4th വിന്നറാണ് അനുശ്രീ 123. അനുശ്രീ 123 ആണ്. അപ്പോൾ കൺഗ്രാറ്റ്സ്. ഇതിന്റെ പേരെന്താണെന്ന് എനിക്ക് അറിയുന്നില്ല. അപ്പോൾ അനുശ്രീ എന്നാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ അനുശ്രീ, അപ്പോൾ കൺഗ്രാറ്റ്സ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അഡ്രസ്സ് വാട്സാപ്പ് ചെയ്യുക. അനുശ്രീക്ക് ഗിഫ്റ്റ് കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അനുശ്രീ, ഞാൻ കമൻറ്റ് കണ്ടിരുന്നു. എൻ്റെ സിസ്റ്ററാണ് എന്നെ കാണിച്ചു തന്നു, ഇങ്ങനെ ഒരു കമൻറ്റ് ഉണ്ട്, അത്ര വലിയ ഭാഗ്യമൊന്നും ഇല്ലാത്ത ആളെന്ന്. ഒരിക്കലല്ല അനുശ്രീക്ക് നല്ല ഭാഗ്യമുള്ള ആളാണ്. കാരണം നമ്മൾ ലൈവായിട്ട് നമ്മൾ നറുക്കെടുപ്പ് നടത്തിയതിൽ അനുശ്രീയുടെ പേരുണ്ടായിരുന്നു. അപ്പോൾ അനുശ്രീ വളരെ ഭാഗ്യമുള്ള കുട്ടിയാണ്. ഇനി ജീവിതത്തിൽ വാങ്ങി കൊടുക്കുന്നുണ്ട്. അനുശ്രീയുടെ കമൻറ്റ് എൻ്റെ സിസ്റ്ററാണ് കണ്ടത്. എൻ്റെ സിസ്റ്റർ എന്നോട് പറയുകയും ചെയ്തു. അനുശ്രീയുടെ ഒരു കമൻറ്റ് അവൾ പ്രത്യേകം തന്നെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് വന്നു. ഈ കമൻറ്റ് ഐ ഡിയിൽ ഇങ്ങനെ ഉണ്ട്, എനിക്ക് ഒരു ഭാഗ്യമില്ലാത്ത വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് എന്തായാലും അതിൽ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അനുശ്രീ ശരിക്കും അനുശ്രീയുടെ വാല്യൂ അനുശ്രീക്ക് തിരിച്ചറിയാതെ പോയതാണെന്ന് തോന്നുന്നു. കാരണം ഇന്നിപ്പോൾ 1-ാം തീയതി ആണല്ലേ, ചിങ്ങം 1-ാം തീയതി നമ്മളെടുത്ത നറുക്കെടുപ്പിൽ ഇത്ര പേരുണ്ടായിട്ടും അനുശ്രീക്ക് എത്ര ഭാഗ്യമുള്ളതുകൊണ്ട് അനുശ്രീയുടെ സ്ലിപ്പ്. നമ്മളൊരു പ്രൊഡക്റ്റ് വലിയ സംഭവം ആയതുകൊണ്ടല്ലേ പറയുന്നത്. ആ കുഞ്ഞ് നിസ്സാര നറുക്കെടുപ്പിൽ പോലും ഇയാൾക്കൊരു ഗിഫ്റ്റ് കിട്ടുകയാണെങ്കിൽ ഇയാൾ ഒരുപാട് ഭാഗ്യമുള്ള വ്യക്തി തന്നെയാണ്. അപ്പോൾ ഒരിക്കലും അനുശ്രീയുടെ വാല്യൂ അനുശ്രീ തിരിച്ചറിയാതെ പോകരുത്. ഒരുപാട് ഭാഗ്യം ഒരുപാട് ഉയർച്ചയും ലൈഫിൽ പറഞ്ഞിട്ടൊരു വ്യക്തി തന്നെയായിരിക്കും അനുശ്രീ. അപ്പോൾ അതിനായിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും അനുശ്രീക്ക് ഇങ്ങനൊരു വിഷമം എനിക്ക് ഭാഗ്യമില്ലാത്ത ആളാണെന്ന് തോന്നാതിരിക്കട്ടെ. ഒരുപാട് ഭാഗ്യമുള്ളതാണ് അനുശ്രീ. അപ്പോൾ താങ്ക് യു അനുശ്രീ, വളരെ സന്തോഷം നമ്മൾ ഗിവ് അവേയിൽ പങ്കെടുത്തതിന്. ഞാൻ അനുശ്രീയുടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു അനുശ്രീ എന്ന് എനിക്കറിയില്ല, അനുശ്രീ 123 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി അയച്ചിട്ടുണ്ട്. ചേച്ചി ആ സ്ലിപ്പ് തരുമോ? ഈ ഗിവ് അവേയിൽ അനുശ്രീ പങ്കെടുത്തിട്ടില്ലെങ്കിലും ഞാൻ ഉറപ്പായും അനുശ്രീയെ കോൺടാക്ട് ചെയ്തിരുന്നു. അതിന് വേണ്ടിയിട്ട് ഇത് ആരുടെയാണ് ഇതെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അനുശ്രീ താങ്ക് യു. അപ്പോൾ അനുശ്രീ ഇതിൽ വിജയിച്ചതിൽ വളരെ സന്തോഷം, അനുശ്രീക്ക് ഗിഫ്റ്റ് കിട്ടിയതിൽ. അപ്പോൾ താങ്ക് യു. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്ന 4 ആളുടെ കഴിഞ്ഞു. അടുത്തത് 5ാമത്തെ വിന്നറാണ്. അഞ്ചാമത്തെ വിന്നറെ പറയുന്നതിന് മുമ്പ് പറയട്ടെ, നമുക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. ഗിവ് അവേ നടത്തുന്നതിന് പകരം ഈ ഒരു എമൗണ്ട് നമ്മൾ വയനാട്ടിലോട്ട് കൊടുക്കായിരുന്നില്ലേന്ന്. നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മളുടെ കൂടപ്പുറപ്പുകൾ തന്നെയാണ് അവരും. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു സിറ്റുവേഷൻ നമ്മളൊന്നും കണ്ടില്ല അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഗിവ് അവേൻ്റെയും വേണമെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കാമായിരുന്നു. പക്ഷേ ഇത് പ്രതീക്ഷിച്ചിരിക്കണം നമ്മൾക്കൂടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. ഒരാളുടെ മെസ്സേജ് ആണെങ്കിലും എനിക്ക് ഓരോരുത്തരും വാല്യൂ ആണ്. ഇപ്പോൾ ഡെയിലി നമുക്ക് എപ്പോഴാണ് ഗിവ് അവേ ചോദിച്ച് നമുക്ക് മെസ്സേജ് വരുമ്പോൾ അങ്ങനെയുള്ള എൻ്റെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനെ എനിക്ക് അവോയ്ഡ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടത്. അത് നിങ്ങളുടെ മനസ്സിൻ്റെ വെളിച്ചത്തെ തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. താങ്ക് യു. ആ വ്യക്തി അറിയാനാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ താങ്ക് യു. നിങ്ങൾക്ക് അത്രയും നന്മയുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ 5th വിന്നർ ആരാ അറിയോ? കുഴപ്പമില്ല. ജുബേറിയ ജുബുഹാം സാജുബു 9634. സരി ചേച്ചി പൊയ്ക്കോളൂ കേട്ടോ. 9634.
അതാണ് ഇതിൻ്റെ. ജുഹേറി ആണോ ജുബേറി ആണോ എന്ന് എനിക്കൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ ആരാണെങ്കിലും അവർ നിങ്ങളുടെ മെയിൽ ഐ ഡി അറിയാം, കുറച്ച് ചെറിയ മെയിൽ ഐ ഡി കിട്ടോടെ. ജുഹേറിയ ജുബു ഹാം സാജുബു 9634. അപ്പോൾ ആരായാലും കൺഗ്രാറ്റ്സ്. അപ്പോൾ 5ാമത്തെ വിന്നർ നമ്മളെ ഈ ഒരു പറഞ്ഞോളാം, എനിക്ക് പറയാനൊന്നും കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ വിന്നർ. അപ്പോൾ എല്ലാവർക്കും നമ്മളെ സ്കിൻ കെയർ കോംബോ നോർമൽ ലിപ് ബാം ടിൻഡർ ലിപ് ബാം ആണ് ഗിഫ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് റിസീവ് ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂസിങ് മെത്തേഡ് ചോദിച്ച് നമുക്കൊരു കോള് ഒരു മെസ്സേജ് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക. ഇനിയില്ലേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് പേർക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഗിവ് അവേയിൽ പങ്കെടുത്തിരുന്നു. എന്ത് പറ്റി? നിങ്ങൾ എൻ്റെ ചാനലും ഇതൊക്കെ മറന്നത് കൊണ്ടാണോ അതോ കാണാത്തത് കൊണ്ടാണോ? ഗിവ് അവേയിൽ ഇപ്രാവശ്യം കുറവ് ആൾക്കാരെ പങ്കെടുത്തു. അന്ന് ഒരുപാട് പേര് പങ്കെടുത്തിരുന്നു കേട്ടോ. ഓക്കെ, നമ്മളൊരു 2 ആൾക്ക് കൂടെ നറുക്കെടുപ്പാണ്. അവർക്കുള്ള സമ്മാനം സർപ്രൈസ് ആയിരിക്കും. അത് നിങ്ങളെ തേടിയെത്തും. 5 പേർക്ക് നമ്മൾ നറുക്കെടുപ്പ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം കുറച്ച് ആൾക്കാരെ ഗിവ് അവേയിൽ പങ്കെടുത്തുള്ളൂ. അതുകൊണ്ട് ഒരുപാട് പേരാണെങ്കിൽ തീർച്ചയായിട്ടും അതേപോലെ നമ്മൾ 10 പേരൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ ആ 2 പേര് ആരാണ് ആ ഭാഗ്യശാലികൾ നമുക്ക് നോക്കാം. ഈ താഴെ വീണെന്ന് 2 ആളിനെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ആഹാ, കാർമൽ നാവ 4574. എനിക്ക് തോന്നുന്നു ഞാൻ ഉദ്ദേശിക്കുന്ന കാർമൽ എന്ന് പറയുന്ന കുട്ടി തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അവളുടെ പേരൊരു ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഞാൻ ആ കുട്ടി ഓർക്കുന്നുണ്ട്. സന്തോഷം. അപ്പോൾ ആ കുട്ടി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ആരാണെങ്കിലും ആ കുട്ടിയാണെങ്കിലും അല്ലെങ്കിലും വളരെ സന്തോഷം. അപ്പോൾ ഇയാൾക്കും നമ്മളൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് തന്നെ വരുന്നതായിരിക്കും. കാർമൽ നാവ 45744. നാവയാണോ നേവയാണോ എൻ്റെ പേരൊക്കെ കറക്റ്റ് പറയണം, മറ്റുള്ളവർ തല്ലുള്ളൂ. അടുത്തത് ജാനി AR. അപ്പോൾ കൺഗ്രാറ്റ്സ് ജാനി AR. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അഡ്രസ്സൊക്കെ അയയ്ക്കുക. അപ്പോൾ അഡ്രസ്സ് അയച്ചു കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ മാക്സിമം നിങ്ങളുടെ അഡ്രസ്സ് അയയ്ക്കുക. അപ്പോൾ മൺഡേയിലെ കൊറിയറിൽ നമ്മൾ നിങ്ങളുടെ എല്ലാ ഗിഫ്റ്റുകളും അയക്കുന്നതാണ്. അപ്പോൾ വളരെ സന്തോഷം. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും നിങ്ങളുടെ തുടർന്നും ഇതുപോലെയുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇനിയും ഗിവ് അവേയും ഒരുപാട് ഗിഫ്റ്റുമായിട്ട് ഇനിയും നമ്മൾ വീഡിയോ ചെയ്യും. പിന്നെ അതുകൂടാതെ ഈ ഒരു ഓണക്കാലത്ത് നിങ്ങളെ തേടി ആയുഷ് ഹെർബൽസിൻ്റെ പുതിയ പ്രൊഡക്റ്റുകളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടും തരണം. നമ്മൾ ആ പ്രൊഡക്റ്റൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ ആയിട്ട് ഇടും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും അറിയിക്കണം. നമ്മളുടെ ഓരോ പ്രൊഡക്റ്റും നിങ്ങളാണ് കൊണ്ടുവന്നത്. നമ്മളുടെ പ്രൊഡക്റ്റും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ വാല്യൂ നൽകുന്നത്. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം. അതെനിക്ക് അത്രയും വാല്യൂ ആണ്. ഞാൻ എൻ്റെ പേഴ്സണലി എൻ്റെ ഫാമിലിയിൽ എങ്ങനെ ചെയ്യണം എന്ന അഭിപ്രായമാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ഫാമിലി അല്ലെങ്കിൽ ആയുസിൻ്റെ ഫാമിലിയിൽ നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതിന് റെസ്പോണ്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടെ നന്ദി.